ദിവസം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി വെച്ചു. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ നോക്കിയായിരുന്നു. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. അതായത് അതിൽ നമ്മൾ 3 സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു സമ്പദ്വ്യവസ്ഥ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഓർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. അതായത് ഒരു സമ്പദ്വ്യവസ്ഥ ഫേസ് ചെയ്യുന്ന പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അതിൽ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം എന്താണെന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സമ്പദ്വ്യവസ്ഥ ഫേസ് ചെയ്യുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് കണ്ടെത്തിയാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഒരു രാജ്യം എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് ആദ്യം കണ്ടെത്തി. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പോവർട്ടിയുള്ള രാജ്യമാണെങ്കിൽ ഫുഡ് ഐറ്റംസ് ഉൽപ്പാദിപ്പിക്കണമെന്ന് അവർ ചിലപ്പോൾ ഫുഡ് ഐറ്റംസ് ആയിരിക്കും ആദ്യം ഉൽപ്പാദിപ്പിക്കുക. അതുപോലെ അടുത്തത് മറ്റ് ഇക്കോണമീസ് ആണെങ്കിൽ, ഇപ്പോൾ വാർ സിറ്റുവേഷൻ ആണെങ്കിൽ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളായിരിക്കും ആദ്യം ഉൽപ്പാദിപ്പിക്കുക. അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾ, ഹെൽത്ത് സെക്ടറിന് വേണ്ടിയുള്ള ആവശ്യങ്ങളാണെങ്കിൽ അതായിരിക്കും ആദ്യം ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവിടെ വരുന്ന രണ്ടാമത്തെ പ്രോബ്ലം അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം. ഇത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് the question how to produce is related to technology or techniques of production, അല്ലെങ്കിൽ techniques of productionുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, or method of production, ഉൽപാദന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ടു പ്രൊഡ്യൂസ്. അപ്പോൾ the question how to produce is related to technology or method of production, ടെക്നോളജി അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരും, ഉൽപാദന രീതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിസോഴ്സ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, അതായത് വിഭവങ്ങളുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ റിസോഴ്സ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്നു. അവിടെ 1 മാർക്കിന് ചോദിക്കാം, വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് റിസോഴ്സ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്നു. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നു, ഉൽപാദന രീതിയുമായി ബന്ധപ്പെട്ട് വരുന്നു, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നോക്കാം. അതായത് 2 ടെക്നോളജീസ് ആണ് പ്രധാനമായിട്ടും ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ളത്. 2 സാങ്കേതിക വിദ്യകളാണ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഒന്ന്, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി ഒരു മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഏതൊരു സാധനവും ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ടെക്നോളജി ഉണ്ടാകണം, സാങ്കേതിക വിദ്യ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊരു ടെക്നോളജിയാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. രണ്ടാമത്തെ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന രീതിയാണ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി. ഇപ്പോൾ 2 തരം സാങ്കേതിക വിദ്യകൾ, there are 2 types of technology in an economy. They are capital intensive technology and labor intensive technology. അതായത് മൂലധനാധിഷ്ഠിത സാങ്കേതിക വിദ്യ. 2 ലേബർ ഇന്റൻസീവ് ടെക്നോളജി, തൊഴിൽ അധിഷ്ഠിത സാങ്കേതിക വിദ്യ. ലേബർ ഇന്റൻസീവ് ടെക്നോളജിയും ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. അപ്പോൾ ഇതിൽ ഏത് ടെക്നോളജിയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഒരു സമ്പദ് വ്യവസ്ഥ തീരുമാനിക്കേണ്ടതുണ്ട്. അതായത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി ഉപയോഗിക്കണമോ അതോ ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണോ ഉപയോഗിക്കേണ്ടതെന്ന് ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ഇക്കോണമി തീരുമാനിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ടെക്നോളജി ആയിരിക്കും ഒരു ഇക്കോണമിയിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുക. ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി ഈസ് എ ടെക്നോളജി ഇൻ വിച്ച് മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ ആർ യൂസ്ഡ്. അവിടെ കൂടുതലായിട്ടും ക്യാപിറ്റൽ മീൻസ് ആ മൂലധനം അല്ലെങ്കിൽ യന്ത്രങ്ങളാണ്, മെഷീൻസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ലെസ് ലേബറുടെ എണ്ണം കുറവായിരിക്കും, തൊഴിലാളികളുടെ എണ്ണം കുറവായിരിക്കും. അതായത് കൂടുതൽ യന്ത്രങ്ങളും കുറച്ച് തൊഴിലാളികളെ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. എന്നാൽ നേരെ മറിച്ച് ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നോളജി
in which more labor and less capital are used. അവിടെ കൂടുതലായിട്ട് ലേബേഴ്സിനെ ഉപയോഗിക്കുന്നു, യന്ത്രങ്ങളുടെ അളവ് കുറവായിരിക്കും. ക്യാപിറ്റൽ മീൻസ് മെഷീൻസ്, ആ മൂലധനത്തിന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ ഇത് ഏത് ടെക്നോളജി ചൂസ് ചെയ്യണമെന്ന് ഒരു സമ്പദ് വ്യവസ്ഥ, ഒരു രാജ്യം തീരുമാനിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജപ്പാനെ പോലുള്ള ഒരു ഇക്കോണമി ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയാണ്. അവിടെ പിന്നെ ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. മാത്രമല്ല പിന്നെ ജനസംഖ്യ കുറഞ്ഞ ഒരു രാജ്യം കൂടിയാണ്. അവർ കൂടുതലും ചൂസ് ചെയ്യുക ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി ആയിരിക്കും, അതായത് മൂലധനാധിഷ്ഠിത സാങ്കേതിക വിദ്യ ആയിരിക്കും. അതുപോലെ മറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ഇക്കോണമീസും ഉപയോഗിക്കുക ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. എന്നാൽ ഇന്ത്യ പോലുള്ള സമ്പദ് വ്യവസ്ഥയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ അൺഎംപ്ലോയ്മെന്റ് ആണ്, തൊഴിലില്ലായ്മയാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ക്യാപിറ്റലിനെ അല്ലെങ്കിൽ മെഷീൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുക ലേബർ ഇന്റൻസീവ് ടെക്നോളജി ആയിരിക്കും. ലേബർ ഇന്റൻസീവ് ടെക്നോളജി ആയിരിക്കും, തൊഴിൽ അധിഷ്ഠിത സാങ്കേതിക വിദ്യ ആയിരിക്കും നമ്മൾ കൂടുതലായും ചൂസ് ചെയ്യുക. ഇപ്പൊ രണ്ടു തരം ടെക്നോളജി, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി, ലേബർ ഇന്റൻസീവ് ടെക്നോളജി. അപ്പോൾ ഞാൻ പറഞ്ഞു യൂറോപ്യൻ കൺട്രീസ് കൂടുതലും, അല്ലെങ്കിൽ അതൊക്കെ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ്, അവർ കൂടുതലും ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി ആയിരിക്കും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കൂടുതലും ചൂസ് ചെയ്യുക ലേബർ ഇന്റൻസീവ് ടെക്നോളജി. അപ്പോൾ ഇന്ത്യയിൽ ലേബർ ഇന്റൻസീവ് ടെക്നോളജി ഉപയോഗിക്കുന്നെന്ന് കരുതി എല്ലാ മേഖലയിലും ലേബർ ഇന്റൻസീവ് ആണെന്ന് കരുതരുത്. ലേബർ ഇന്റൻസീവ് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ, വാഹന നിർമ്മാണ മേഖലയിലൊക്കെ കൂടുതലും ക്യാപിറ്റൽ ഇന്റൻസീവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പൊതുവെ എന്താണത് ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ്. ഇപ്പോൾ ഒരു കാഷ്യൂ ഫാക്ടറി എടുത്താൽ അവിടെ കൂടുതൽ ഉപയോഗിക്കുക ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ്. കാരണം ഗ്രാമപ്രദേശങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് കാഷ്യൂ ഇൻഡസ്ട്രീസ് ഉള്ളത്. അതുപോലെ ചെറുകിട വ്യവസായങ്ങൾ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എല്ലാം ഉള്ളത്, അവിടെ കൂടുതൽ ഉപയോഗിക്കുക ലേബർ ഇന്റൻസീവ് ടെക്നോളജി ആയിരിക്കും. അപ്പൊ ഇതിൽ ഏത് ടെക്നോളജി ചൂസ് ചെയ്യണമെന്ന് അവരെങ്ങനെ കണ്ടെത്തും, എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ, അതായത് ലേബറിന്റെയും ക്യാപിറ്റൽ ഉൽപാദന ഘടകങ്ങളുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ, ലേബർ ഇവിടെ രണ്ട് ഉൽപാദന ഘടകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, ലേബറും ക്യാപിറ്റലും, അതായത് തൊഴിലാളികളും യന്ത്രങ്ങളും. അപ്പോൾ ക്യാപിറ്റലിന്റെയും ലേബറിന്റെയും അവൈലബിലിറ്റിയെയും, അപ്പൊ ഇതിൽ ഏത് ടെക്നോളജി ചൂസ് ചെയ്യണമെന്നുള്ളത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന് ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും അവൈലബിലിറ്റി, ലഭ്യതയെയും, മറ്റൊന്ന് അവയുടെ പ്രൈസിനെയും ആശ്രയിച്ചിരിക്കുന്നു, അതിന്റെ വിലയെയും ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഒന്ന് ലേബറിന്റെയും ക്യാപിറ്റലിന്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ അവൈലബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, മറ്റൊന്ന് ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും പ്രൈസിനെ ആശ്രയിച്ചിരിക്കുന്നു, വില. ലേബറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് പ്രൈസ് ഉള്ളതുപോലെ തന്നെ ലേബറിന് പ്രൈസ് ഉണ്ട്. ലേബറിന്റെ പ്രൈസിനെയാണ് നമ്മൾ വേജ് എന്ന് പറയുന്നത്, വേജ്, വേതനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാലറി എന്നൊക്കെ പറയുന്ന പോലെ വേജ് ആണ് ലേബറിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇക്കോണമിയിൽ, ഏതൊരു ഇക്കോണമിയിലാണോ ധാരാളം ക്യാപിറ്റൽ ഉള്ളത്, അതുപോലെ ക്യാപിറ്റൽ ചീപ്പായിട്ടുള്ളത്, അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ പ്രൈസ് കുറഞ്ഞു നിൽക്കുന്നത്, അവിടെ അവർ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി ഉപയോഗിക്കും. ഏതൊരു ഇക്കോണമിയിലാണോ ലേബർ ധാരാളം അവൈലബിൾ ആയിട്ടുള്ളത്, ധാരാളം ലഭ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ലേബർ ചീപ്പായിട്ട്, ഇപ്പൊ ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ച് നമ്മുടെ ഇക്കോണമിയിൽ ധാരാളം ലേബേഴ്സ് ഉണ്ട്, ലേബേഴ്സിന്റെ അവൈലബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അവിടെ ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ് നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുക. കാരണം ലേബേഴ്സിന്റെ അവൈലബിലിറ്റി ഉണ്ട്. മാത്രമല്ല ലേബേഴ്സിന്റെ വേജ്, അല്ലെങ്കിൽ ലേബേഴ്സിന്റെ പ്രൈസ്, വേജ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ചീപ്പാണ്, മറ്റ് കൺട്രീസിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക ലേബർ ഇന്റൻസീവ് ടെക്നോളജി ആയിരിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സാമ്പത്തിക പ്രശ്നം, ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. It is related to technology or techniques of production or method of production. There are two types of technology, labor intensive technology and capital intensive technology. In labor intensive technology, more labors and less capital are used. In capital intensive technology, more capital and less labor are used. പിന്നെ പറഞ്ഞു ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും, അല്ലെങ്കിൽ ഏത് ടെക്നോളജിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അതിന്റെ അവൈലബിലിറ്റി, ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും അവൈലബിലിറ്റി, ലഭ്യതയും അതിന്റെ പ്രൈസിനെയും ആശ്രയിച്ചു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സാമ്പത്തിക പ്രശ്നമായ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയും. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയും. അടുത്തതായി നമുക്ക് മൂന്നാമത്തെ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം മൂന്നാമത്തെ സാമ്പത്തിക പ്രശ്നം ഇതാണ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. തേർഡ് വൺ, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൗ ടു പ്രൊഡ്യൂസ്, ആൻഡ് തേർഡ് ആൻഡ് ലാസ്റ്റ് വൺ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ദിസ് ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു
ഡിസ്ട്രിബ്യൂഷൻ, വിതരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഈ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ, വിതരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തിന്റെ വിതരണം എന്ന് ചോദിച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് ഓർ ഇൻകം. ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകം, അതായത് വരുമാനത്തിന്റെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ വിതരണവുമായി, അതായത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഔട്ട്പുട്ടിന്റെ മണി വാല്യൂ ആണ് ഇൻകം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിന്റെ മണി വാല്യൂ എടുത്താൽ അതിനെ ഇൻകം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ഏത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അതായത് ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലമാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് ഓർ ഇൻകം എന്ന് ഇതിനെ അറിയപ്പെടും. അപ്പൊ അത് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചു, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. ഇനി അടുത്ത തീരുമാനിക്കേണ്ടതാണ് ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. ആർക്ക് വേണ്ടിയാ, അതായത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ എത്തിപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത് വിതരണവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അതായത് ഇതിൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഓണേഴ്സിനിടയിൽ ശരിയായ രീതിയിൽ എത്തിപ്പെടേണ്ടതുണ്ട്. ഉൽപാദന ഘടകങ്ങളുടെ ഉടമകൾക്കിടയിൽ ശരിയായ രീതിയിൽ വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഉൽപാദന ഘടകങ്ങൾ പ്രധാനമായും 4 എണ്ണമാണ് ഉൽപാദന ഘടകങ്ങൾ. ഇവയില്ലാതെ നമുക്ക് ഒരു സാധനം പോലും അല്ലെങ്കിൽ ഒരു സേവനം പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയില്ല. അവ ഒന്ന് ലാൻഡ്, സെക്കൻഡ് വൺ ലേബർ, തേർഡ് വൺ ക്യാപിറ്റൽ ആൻഡ് ലാസ്റ്റ് വൺ ഓർഗനൈസർ. അപ്പോൾ ഇതാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസർ. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇവയാണ് പ്രധാനമായും 4 ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇവയില്ലാതെ നമുക്ക് ഒരു സാധനം പോലും, ഒരു കാർഷിക ഉൽപ്പന്നമാണെങ്കിലും ഒരു വ്യാവസായിക ഉൽപ്പന്നമാണെങ്കിലും അല്ലെങ്കിൽ സേവന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിലും ഇവയില്ലാതെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അവിടേക്ക് ലാൻഡ് വേണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഏതൊരു ഉൽപാദനത്തിനും എന്ത് വേണം? ലാൻഡ് ഏരിയ വേണം. ലേബർ, തൊഴിലാളികൾ വേണം. ക്യാപിറ്റൽ, മൂലധനം വേണം. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം വേണം, അല്ലെങ്കിൽ മെഷീൻസും മറ്റുമൊക്കെ വേണം. അതുപോലെ ഓർഗനൈസർ, ഇതെല്ലാം സംഘടിപ്പിച്ചു കൊണ്ടുപോകാൻ ഒരു സംഘാടകൻ ഉണ്ടാകണം. ഓർഗനൈസർ ഓർ ഓർഗനൈസേഷൻ ഉണ്ടാകണം. ഇവ 4 കൂടി ചേരുന്നതിനെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവരുടെ ഓണേഴ്സിനിടയിലാണ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സേവനങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പോ ലാൻഡിന് ലഭിക്കുന്ന പ്രതിഫലം, ലാൻഡിന് നമുക്കറിയാം, ലാൻഡിന് കിട്ടുന്ന അല്ലെങ്കിൽ ലാൻഡിന്റെ ഓണറിന് ലഭിക്കുന്ന പ്രതിഫലം നമുക്ക് റെന്റ് എന്ന് പറയാം. റെന്റ് മീൻസ് വാടക. ഇപ്പോൾ നമുക്ക് കുറച്ച് ലാൻഡ് ഉണ്ട്, അത് നമുക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടി നൽകാം. അല്ലെങ്കിൽ കുറച്ച് കടമുറികളുണ്ട്, അത് വാടകയ്ക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് അവിടെ ലാൻഡിന് റെന്റ് ലഭിക്കും. ലേബറിന് കിട്ടുന്ന പ്രതിഫലമാണ് നേരത്തെ പറഞ്ഞിരുന്നു വേജസ്, വേതനം ലഭിക്കും. അതുപോലെ ക്യാപിറ്റലിന് ലഭിക്കുന്ന പ്രതിഫലമാണ് ഇൻട്രസ്റ്റ്. ഓർഗനൈസർക്ക് പ്രോഫിറ്റ്, ലാഭം. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിന്റെ ഓണേഴ്സിന് ലഭിക്കുന്ന പ്രതിഫലമാണ് ലാൻഡിന് റെന്റ്, ലേബറിന് വേജസ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസർക്ക് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ആൾക്ക് പ്രോഫിറ്റ്. അപ്പൊ ഇത്തരത്തിൽ 4 രൂപത്തിൽ നോക്കുക. നമ്മുടെ ഔട്ട്പുട്ട് ഇങ്ങനെ 4 രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇൻകം, ടോട്ടൽ ഇൻകം 4 രൂപത്തിൽ, റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇങ്ങനെ 4 രൂപത്തിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഉടമകൾക്കിടയിലേക്ക് വിതരണം ചെയ്യപ്പെടും. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകും. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, നമ്മുടെ ലേബർ ഫോഴ്സ് നൽകിയിട്ടാണ് അവർ നമുക്ക് വേജസ് നൽകുന്നത്, വേതനം നൽകുന്നത്. നമ്മുടെ ലേബർ നൽകുന്നു അവിടെ. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കുന്ന ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ് ലേബർ, അല്ലെങ്കിൽ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനവരൊരു പ്രൈസ് നമുക്ക് നൽകുന്നുണ്ട്, ആ പ്രൈസ് ആണ് വേജസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലാൻഡ് ഉണ്ടെങ്കിൽ ലാൻഡ് മറ്റാവശ്യങ്ങൾക്ക് നൽകിയാൽ നമുക്ക് റെന്റ് ലഭിക്കും. ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കും. ഇല്ലെങ്കിൽ ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രൊഡക്ഷൻ പ്രോസസ് നമുക്ക് നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ, ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവസാനം പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഈ 4 രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് ഉള്ള ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം ഈ 4 രൂപത്തിൽ
നമുക്കിടയിലേക്ക് ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു. ചിലപ്പോൾ നമുക്ക് വേജസ് ആയി ലഭിക്കും, ചിലപ്പോൾ റെന്റ് ആയി ലഭിക്കും. ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിതരണത്തെയാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പരിഹരിക്കുക, അതിലൂടെ നമ്മൾ പരിഹരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം. ഇത് ശരിയായ രീതിയിൽ റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇത് ശരിയായ രീതിയിൽ വിതരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നതിനുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇടയിൽ ശരിയായ രീതിയിൽ നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട്, വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഈ രൂപത്തിൽ വിതരണം ചെയ്യപ്പെടുന്നതിന് നമ്മൾ ഒരു പേര് പറയും ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് എന്ന് അറിയപ്പെടുന്നു. ഫങ്ഷണൽ distribution of output എന്ന് അറിയപ്പെടുന്നു. ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് എന്ന് അറിയപ്പെടുന്നു. അപ്പോ ഈ ഔട്ട്പുട്ട്, നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ട് നമ്മുടെ ലാൻഡില് ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ എന്നീ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഓണേഴ്സിനിടയിൽ റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഈ രൂപത്തിൽ വിതരണം ചെയ്യപ്പെടുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്. ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ ഇൻകത്തിന്റെ പ്രവർത്തനപരമായ വിതരണം എന്ന് അറിയപ്പെടുന്നു. അപ്പോ എക്സാമിന് ചോദിക്കാം വാട്ട് ഈസ് മീൻ ബൈ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്. അതെന്ന് പറയുന്നത് distribution of output among the owners of factors of production in the form of rent, wages, interest and profit. Appo functional distribution of output means distribution of national output or national income among the owners of factors of production in the form of rent, wages, interest and profit. ഇതിനെയാണ് functional distribution of output എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മളുടെ ഒരു സമ്പദ്വ്യവസ്ഥ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, വാട്ട് ടു പ്രൊഡ്യൂസ്, അതുപോലെ ഹൗ ടു പ്രൊഡ്യൂസ് പറഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പഠിച്ചു, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് ഓർ ഇൻകം. ഇതിനോടൊപ്പം ചേർന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ക്യാൻ വി സോൾവ് ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ലൈഫ്. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യും? സാമ്പത്തിക പ്രശ്നം എന്തൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നാണെന്ന് പരിചയപ്പെട്ടു. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ഹൗ ക്യാൻ വി സോൾവ് ദ സെൻട്രൽ പ്രോബ്ലംസ്. ഈ സെൻട്രൽ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും? ഇതിനോടൊപ്പം ചേർന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഹൗ ക്യാൻ വി സോൾവ് ദ സെൻട്രൽ പ്രോബ്ലംസ്. അപ്പൊ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ വേൾഡ് ഇക്കോണമി, നമ്മുടെ ലോക സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായും മൂന്നായി തിരിക്കാം. അതായത് 3 ഇക്കണോമിക് സിസ്റ്റംസ് ആയിട്ട് തിരിക്കാം. അതായത് നമ്മുടെ ലോക സമ്പദ് വ്യവസ്ഥയിൽ 3 തരം സാമ്പത്തിക വ്യവസ്ഥിതികളാണ്. നിങ്ങൾ കൊച്ചു ക്ലാസ്സിലെ അത് പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, രണ്ട് സോഷ്യലിസ്റ്റ് ഇക്കോണമി, 3 മിക്സഡ് ഇക്കോണമി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മിക്സഡ് ഇക്കോണമി, അല്ലെങ്കിൽ ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് ഇക്കോണമി. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസം എന്ന് പറയുന്ന ആസൂത്രിത സമ്പദ് വ്യവസ്ഥ, 3 മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇങ്ങനെ 3 സമ്പദ് വ്യവസ്ഥകളാണ് നമ്മുടെ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഉള്ളത്. ഓരോ രാജ്യങ്ങളും, ഇപ്പൊ അമേരിക്കൻ ഇക്കോണമി എടുത്തു കഴിഞ്ഞാൽ അവിടെ ക്യാപിറ്റലിസമാണ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. ചൈനീസ് ഇക്കോണമി അല്ലെങ്കിൽ ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ എടുത്താൽ അവിടെ സോഷ്യലിസമാണ് നിലനിൽക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യ പോലുള്ള സമ്പദ് വ്യവസ്ഥകളിലുള്ളത് മിക്സഡ് ഇക്കോണമിയാണ്. അപ്പൊ ഇത്തരത്തിൽ വേൾഡ് ഇക്കോണമിയെ നമുക്ക് ഇങ്ങനെ 3ആയിട്ട് വിഭജിക്കാൻ സാധിക്കും. അപ്പൊ ഈ 3 സമ്പദ് വ്യവസ്ഥകളിലും നമ്മൾ ആദ്യം പറഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഇത് പരിഹരിക്കുന്ന ഈ 3 ഇക്കോണമീസും ഇത് സോൾവ് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ആദ്യം അതിനു മുമ്പ് നമുക്കൊരു കാര്യം നോക്കാം, എന്താണ് ക്യാപിറ്റലിസം. അതായത് ക്യാപിറ്റലിസത്തെ കുറിച്ച്, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ഇക്കോണമി. ക്യാപിറ്റലിസം is an economy in which factors of production are owned and operated by private individuals or firms. അവിടെ
ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഉടമകൾ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളിലായിരിക്കും അല്ലെങ്കിൽ ആ സ്വകാര്യ സ്ഥാപനങ്ങളിലായിരിക്കും. അമേരിക്കൻ ഇക്കോണമിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പിലെ ഒട്ടുമിക്ക സമ്പദ് വ്യവസ്ഥകൾ എടുത്തു നോക്കിയാലും അവിടെ ഉൽപാദന പ്രക്രിയ നിയന്ത്രിക്കുന്നത് സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനം. ഗവൺമെന്റിന് വലിയ റോളൊന്നും അവിടെ ഉണ്ടാവുകയില്ല, സ്വകാര്യ സ്ഥാപനങ്ങളായിരിക്കും നിയന്ത്രിക്കുക. ഇതാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. സോഷ്യലിസം നേരെ ഓപ്പോസിറ്റ് ആണ്. സോഷ്യലിസം ഈസ് ആൻ economic system in which factors of production are owned and operated by government or a planning authority. ഒന്നുകിൽ ഗവൺമെന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു പ്ലാനിംഗ് അതോറിറ്റി. നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച പ്ലാനിംഗ് കമ്മീഷൻ അതുപോലെയുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെയായിരിക്കും നേരിട്ട് ഉൽപാദന പ്രക്രിയ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങൾ കൈവശം വയ്ക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത്. അത്തരം സമ്പദ് വ്യവസ്ഥകളെ നമ്മൾ സോഷ്യലിസ്റ്റ് ഇക്കോണമീസ് എന്ന് പറയുന്നു. ലാസ്റ്റ് വൺ മിക്സഡ് ഇക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. അവിടെ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഗവൺമെന്റും ഒരുപോലെ പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി തന്നെയാണ്. അവിടെ പ്രൈവറ്റ് സെക്ടറും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ. നമുക്കറിയാം പ്രൈവറ്റ് സ്കൂൾസ്, ഗവൺമെന്റ് സ്കൂളുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ ബസ് സർവീസ്, ഗവൺമെന്റിന്റെ ബസ് സർവീസ് ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ പ്രൈവറ്റ് ഫേംസിന്റെ ബസ് സർവീസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ രണ്ട് സെക്ടറും ഒരുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറും അതുപോലെ പബ്ലിക് സെക്ടറും ഒരുപോലെ പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥകളാണ് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. ഈ മൂന്ന് ഇക്കണോമിക് സിസ്റ്റത്തിലും സാമ്പത്തിക പ്രശ്നങ്ങൾ, നമ്മൾ ആദ്യം പറഞ്ഞ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്. അത് ഓരോ ഇക്കോണമീസും വ്യത്യസ്ത രീതിയിലാണ് അവ ഓരോന്നും സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ്. പ്രൈസ് മെക്കാനിസം ഓർ മാർക്കറ്റ് മെക്കാനിസം. പ്രൈസ് മെക്കാനിസത്തിലൂടെ അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം. അതായത് പ്രൈസ് മെക്കാനിസം നമ്മൾ വില സംവിധാനം അല്ലെങ്കിൽ കമ്പോള സംവിധാനം എന്ന് അറിയപ്പെടുന്നു. അപ്പോ ഈ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആണെങ്കിൽ അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെ അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസത്തിലൂടെയാണ്. പ്രൈസ് മെക്കാനിസത്തിലൂടെ അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസത്തിലൂടെ. എന്നാൽ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലാണെങ്കിൽ ഇത് പരിഹരിക്കുന്നത് ഗവൺമെന്റ് നേരിട്ട് തന്നെയാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാനിംഗ് അതോറിറ്റി ഉണ്ടാകും, അവർ തന്നെയാണ് പരിഹരിക്കുന്നത്. എന്നാൽ മിക്സഡ് ഇക്കോണമിയിൽ പ്രൈസ് മെക്കാനിസവും ഗവൺമെന്റും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, മൂന്ന് തരം സമ്പദ് വ്യവസ്ഥകൾ: ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് ഇക്കോണമി. ക്യാപിറ്റലിസത്തില് ഈ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് പരിഹരിക്കപ്പെടുന്ന പ്രൈസ് മെക്കാനിസത്തിലൂടെ അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസത്തിലൂടെ, വില സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ കമ്പോള സംവിധാനത്തിലൂടെയാണ്. സോഷ്യലിസത്തില് ഗവൺമെന്റ് അല്ലെങ്കിൽ പ്ലാനിംഗ് അതോറിറ്റി, ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാകും, അവരാണ് ഇത് നേരിട്ട് പരിഹരിക്കുന്നത് സോഷ്യലിസത്തില്. എന്നാൽ ഇന്ത്യ പോലുള്ള മിക്സഡ് ഇക്കോണമിയിൽ ഇത് രണ്ടും, അതായത് അവിടെ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ അവിടെ പ്രൈസ് മെക്കാനിസത്തിലൂടെയും അതുപോലെ പ്ലാനിംഗ് അതോറിറ്റിയും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് എന്ന് പറഞ്ഞു. ഇനി പ്രൈസ് മെക്കാനിസത്തിൽ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. പ്രൈസ് മെക്കാനിസത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഫോഴ്സസ് ഉണ്ട്, രണ്ട് ശക്തികളുണ്ട്. അവ ഇതാണ്: ഡിമാൻഡും സപ്ലൈയും. ചോദനവും പ്രധാനവും എന്ന് പറയുന്നത് പ്രൈസ് മെക്കാനിസത്തിലെ രണ്ട് ഫോഴ്സസ് ആണ്, രണ്ട് ശക്തികളാണ്. ഇവരാണ് മാർക്കറ്റ് മെക്കാനിസത്തെ അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവയാണ് ഡിമാൻഡും സപ്ലൈയും. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഡിമാൻഡിനെയും സപ്ലൈയെ കുറിച്ച് പഠിക്കാനുണ്ട്. ഡിമാൻഡ് മീൻസ് ചോദനം, സപ്ലൈ എന്ന് പറഞ്ഞാൽ പ്രധാനം. ഇത് രണ്ട് ഫോഴ്സസ് ആണ്. ഇവയെ ഇൻവിസിബിൾ ഹാൻഡ് എന്നറിയപ്പെടുന്നു, അദൃശ്യ കരം എന്ന് അറിയപ്പെടുന്നു. കാരണം ഇവർ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇക്കോണമിയിൽ പ്രവർത്തിക്കുന്നത്. ഇവയെ അദൃശ്യകരം എന്ന് ഡിമാൻഡിനെയും സപ്ലൈ അറിയപ്പെടുന്നു. ഇത് മാർക്കറ്റ് മെക്കാനിസത്തിലെ, പ്രത്യേകം ഓർക്കുക, പ്രൈസ് മെക്കാനിസത്തിലെ അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസത്തിലെ രണ്ട് ശക്തികളാണ്. ഇവയെ അറിയപ്പെടുന്നത് ഇൻവിസിബിൾ ഹാൻഡ്. ഇത്രയുമാണ് നമ്മുടെ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലത്തെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ അത് എങ്ങനെ, ഹൗ ക്യാൻ വി സോൾവ് സെൻട്രൽ പ്രോബ്ലംസ് എന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് നോക്കിയത്. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച്, ഒരു സമ്പദ് വ്യവസ്ഥ ഫേസ് ചെയ്യുന്ന പ്രധാന സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡൗട്ട് ഉള്ളത് അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം.